KC വേണുഗോപാൽ ഒരുപാട് വീടുകളുടെ ജനച്ചില്ലകളും അതുപോലെ തന്നെ കേടുപാടുകളും ഉണ്ടാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ആ വീടുകളുടെ സുരക്ഷിതത്വം ഇപ്പം നമ്മൾ നോക്കേണ്ടി വരും. കാരണം എന്തെങ്കിലും കാര്യമായിട്ട് ഭിത്തികൾക്കൊക്കെ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ വളരെ ശക്തമായ പരിശോധന, സുരക്ഷാ പരിശോധന ആ വീടുകളെ നടത്തിയിട്ട് ആവശ്യമായിട്ടുള്ള റെക്ടിഫിക്കേഷൻ നടത്താനുള്ള സഹായം ഗവൺമെൻറ് കൊടുക്കണം എന്നുള്ളതാണ് അഭിപ്രായം. തീർച്ചയായിട്ടും ഈ ദുരന്തത്തിൽ നമുക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ, അതല്ലേ ചെയ്യാനും പറ്റുള്ളൂ. പരമാവധി പേരെ ചേർത്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. പൂർണ്ണമായിട്ടും ഇത്തരം ഘട്ടത്തിൽ വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സർക്കാർ ഒട്ടും വൈകാതെ തന്നെ ഈ സഹായങ്ങളൊക്കെ പ്രഖ്യാപിക്കണം, വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. അതിന് പെരുമാറ്റച്ചട്ടമൊന്നും ബാധകമാവേണ്ട കാര്യമില്ല. KC വേണുഗോപാൽ ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്താണ് എത്തിയത്. അവിടെ അദ്ദേഹം അവിടുത്തെ അവസ്ഥ കണ്ടു, അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അതിന് തൊട്ടു മുമ്പ് മന്ത്രി വീണ ജോർജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെത്തിയിരുന്നു. അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടു. 13 പേർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. അതിൽ 10 പേര് ICUവിലുണ്ട്. 5 പേർക്ക് നന്നായി പരിക്കേറ്റിട്ടുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 2 പേർ വെന്റിലേറ്ററിൽ തുടരുന്നുണ്ട്. 9 ബോഡി പാർട്സാണ് ലഭ്യമായത്. അതിൽ പൂർണ്ണമായും കിട്ടിയ മൃതശരീരങ്ങൾ എന്ന് പറയുന്നത് 7 അതിൽ 4 പേരെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഈ ബോഡി പാർട്സ് കിട്ടിയതിൻ്റെ DNA പരിശോധനകൾ നടത്തും. അതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും എന്നും മന്ത്രി അവിടെ പറയുകയുണ്ടായി. എന്തായാലും കേരളത്തെ നടുക്കിയ തൃശ്ശൂർ മുണ്ടത്തിക്കോട് ആ വൻ സ്ഫോടനം നമ്മുടെ ആകെ നെഞ്ചുലച്ച് അല്ലെങ്കിൽ കേരളത്തിൻ്റെ കണ്ണീരായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മന്ത്രി വീണ ജോർജ് പ്രതികരിക്കുമ്പോഴും അത് കൃത്യമായി ഉണ്ടായിരുന്നു. കാരണം നമുക്കത് കേൾക്കുമ്പോൾ ഞെട്ടലോടെ മാത്രമേ കേൾക്കാൻ കഴിയൂ. കാരണം അവിടെ ജോലി ചെയ്തിരുന്ന വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്ന ആ മനുഷ്യർ പൊടുന്നനെ ഇല്ലാതായ അവസ്ഥ, അതും ആരാണെന്ന് പോലും മനസ്സിലാകാൻ കഴിയാത്ത രീതിയിലേക്ക് ചിന്നിച്ചിതറിപ്പോകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അത് ഞെട്ടലോടെ മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. അത്ര വേദനയോടും കൂടി മാത്രമേ അതിനെ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. എന്തായാലും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ വെടിക്കെട്ടുപുരയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. അതിൽ 13 പേർ മരിച്ചു എന്നുള്ള വിവരങ്ങളുണ്ട്. അതിൽ 8 പേരുടെ മൃതദേഹവും 5 ശരീരഭാഗങ്ങളും കണ്ടെത്തിയതായി മന്ത്രി VN വാസവൻ നേരത്തെ അറിയിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.